ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരുമിച്ചൊരു യാത്ര പോണത്. അതും പോണത് വേറെ എങ്ങോട്ടും അല്ല, വെട്ടാട് പള്ളിയിലോട്ടാണ്. അവിടെ തിരുനാളല്ലേ, അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോണത്. ഈ വീഡിയോ എടുക്കുന്നത് 23-ാം തീയതിയാണ്, അതായത് തിരുനാൾ തീരുന്ന ദിവസം. അപ്പോൾ അന്നേ ദിവസം കൊടി ഇറങ്ങും, ലൈറ്റ് ഷോ കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പോണത്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് തിരുനാൾ കൂടുന്നത്. അപ്പോൾ ഞങ്ങൾ കൊടിയേറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ലൈറ്റ് ഷോ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെ, ഞങ്ങൾ വന്ന് ആദ്യം ഞങ്ങൾ പോയത് അന്നദാനം കഴിക്കാൻ വേണ്ടിയാണ്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ക്യൂവിൽ നിന്ന് ഞങ്ങളും കഴിക്കാനൊക്കെ വാങ്ങിച്ചു. കഴിച്ച് നേരെ പോയത് ഞങ്ങൾ ശംഖുമുഖം ബീച്ചിലോട്ടാണ്. അപ്പോൾ എന്തായാലും വൈകിട്ട് വരെ പള്ളിയിൽ ഉണ്ടാവുന്നത് കൊണ്ട് ഞങ്ങൾ ശംഖുമുഖം ബീച്ചിൽ വന്ന് പിള്ളേരെയൊക്കെ ഒന്ന് പാർക്കിലൊക്കെ ഒന്ന് കയറ്റാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ 4 മണിയാവാതെ പാർക്ക് ഓപ്പൺ ആവത്തില്ല. അതായത് ഞങ്ങൾ അവിടെ ഗ്രൗണ്ടിൽ പോയിരുന്ന് സത്യം പറഞ്ഞാൽ ശംഖുമുഖം ബീച്ച്, കോവളം ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് നമുക്ക് പോയി വരാം എന്ന ഒരു മൈൻഡ് സെറ്റാണ്. എന്നാൽ പണ്ട് ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സ്ഥലപ്പേരെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ടൂറ് പോകണം, അതായത് തിരുവനന്തപുരം, ശംഖുമുഖം, കോവളം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ അവിടെ ടൂറ് പോകണം എന്ന ഒരു ഇതിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ്, എപ്പോൾ വേണേലും പോകാം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും വൈകിട്ടായപ്പോഴത്തേനും വെട്ടുകാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. ഭയങ്കര തിരക്കായിരുന്നു, ഒരു രക്ഷയില്ല. ഒരു കാര്യം പോലും നമുക്ക് നോക്കിയെടുക്കാൻ പറ്റത്തില്ല, അതുപോലെ തിരക്കുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നല്ല മഴയുണ്ടായിരുന്നു, ഞങ്ങളപ്പോൾ തിരിച്ചു പോകുന്നു. ഇന്ന് കൊടിയിറക്കം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് ലൈറ്റ് ഷോയും ഇല്ലെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ തിരിച്ചു പോകുന്നു. നല്ലപോലെ മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നത് വരെ ബൈ ബൈ ഫ്രം മൈ ഹൗസ് വേൾഡ്.